ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെയിൻ്റെനൻസിന് ശേഷം ഈ ഫുട്ബോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തോ പ്രത്യേക സംഭവം വന്നിട്ടുണ്ട് ഗൈസ്. അഡ്രിയാനോ ഉണ്ട്, ജെറാഡ് പിക്കോ ഉണ്ട്, റോബർട്ടോ ബാഗി. അഡ്രിയാനോ നല്ല കാർഡാണ് ഗൈസ്. 105 വരുന്നുണ്ട്. ആ സെൻറ്റർ ഫോർവേഡ് കാർഡാണ്, നല്ല കാർഡാണ് ഗൈസ്. അപ്പോൾ പഴയ ഡിസൈനിൻ്റെ വന്നിട്ടുണ്ട്. നമ്മൾ പെനാൽറ്റി പെനാൽറ്റി നമ്മൾ അടിക്കാൻ പോവാണ്. നമ്മുടെ ഈ പെനാൽറ്റിയിലും നമ്മുടെ പഴയ ഡിസൈൻ വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ ഈ ഫുട്ബോളിൻ്റെ പെസ്സിൻ്റെ പണ്ടത്തെ മറ്റേ ഓൾഡ് ഗ്രാഫിക്സ് ആണ് വന്നിരിക്കുന്നത്. ഓൾഡ് ഗ്രാഫിക്സ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അത് കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്, കൊള്ളാം. നമ്മൾ പെനാൽറ്റി സ്കോർ ചെയ്ത് കുറച്ച് ഒരു ഫ്രീ ട്രൈ കിട്ടും. എന്നാലും നമ്മുടെ പാക്കാണ് മെയിൻ ഹൈലൈറ്റ് വരാനുള്ളത്. നമുക്ക് നോക്കാം. കുറച്ച് കോയിനൊക്കെ കിട്ടും നമുക്ക് ഫ്രീ ആയിട്ട്. റിവാർഡ് ഇഷ്ടം പോലെ റിവാർഡ് കിട്ടും, ഫ്രീ കോയിൻ കിട്ടും. നമുക്കിപ്പോൾ ഒരു ഫ്രീ ട്രൈ ഒക്കെ ഉണ്ട് ഗൈസ്. ഒരു ജേഴ്സി വന്നിട്ടുണ്ട്, പഴയ മോഡലാണെന്ന് തോന്നുന്നു. നൊസ്റ്റാൾജിയ എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. 2015 ജേഴ്സി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. 15 അങ്ങനെ നൊസ്റ്റാളിയ 15 എന്നാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ 2015 വല്ല ആയിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ജേഴ്സി ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ പാക്കാണ് ഗൈസ്, ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഒരു ഫ്രീ ട്രൈ ഉണ്ട് ഗൈസ്, ഫ്രീ ട്രൈ ഉണ്ട്. നമുക്കെല്ലാം ചെയ്ത് നോക്കാം. എങ്ങാനും ഒരു ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, എങ്ങാനും കിട്ടിയാലോ. അപ്പോൾ പിക്വേ ഉണ്ട്, അഡ്രിയാനോ ഉണ്ട്. പിക്വേ സെൻറ്റർ ബാക്ക് 85 വരുന്നുണ്ട്. ഏകദേശം ഒരു 102 റേറ്റിംഗ് വരുമായിരിക്കും. പുള്ളി ഒരു 101 റേറ്റിംഗ് ഒക്കെ വരുമായിരിക്കും. 102 റേറ്റിംഗ് എന്തെങ്കിലും കാണുമായിരിക്കും. ഇത് ബഗിയോ, റോബർട്ടോ ബഗിയോ, 26 വയസ്സുള്ള യുവൻറ്റസിൻ്റെ പ്ലെയറാണ്. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. അത്യാവശ്യം നല്ല സ്റ്റാർട്സൊക്കെ ഉണ്ട് ഗൈസ്, കുഴപ്പമില്ല, നല്ല പ്ലെയർ ആയിരിക്കും. ഡബിൾ ടച്ച് കുറേ സ്കിൽസ് ഉണ്ട്. എനിക്ക് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ട് ബ്രസീലിൻ്റെ അഡ്രിയാനോ, ഇൻ്റർ മിലാൻ പ്ലെയർ, ഗോൾ പോച്ചർ, എപ്പിക്കാണ് ഗൈസ്. 105 റേറ്റിംഗ് വരുന്നുണ്ട്. ഗോൾ പോച്ചറാണ്. ലോസ്റ്റഡ് പാസ്. ഇഷ്ടം പോലെ സ്പീഡ്, അക്സലറേഷൻ, കിക്കിംഗ് പവർ, പിസിൽ കോൺട്രാക്റ്റ് എല്ലാം ഉണ്ട്. നല്ലതായിട്ട് ഷൂട്ടിങ്. അതിൻ്റെ ആ ഡിസൈൻ തന്നെ ഒരു വെറൈറ്റിയാണ്, നല്ല ഡിസൈനാണ്. നമ്മൾ വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട്. ആ പഴയ ഗ്രാഫിക്സ് ഒക്കെ ബാക്കി കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പം നമുക്കൊരു ഫ്രീ ട്രൈ ഉണ്ട്. നല്ലൊരു പാക്കായിരുന്നു. കറക്കണമെന്നുണ്ട്, കറക്കിയാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 1500 കോയിനുണ്ട്. നമുക്ക് ഫസ്റ്റ് ഫ്രീ ട്രൈ നമുക്ക് ചെയ്ത് നോക്കാം ഗൈസ്. നമ്മൾ ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്. അയ്യോ, വെറുതെ കൊണാമി നമ്മളെ കൊതിപ്പിച്ച് ഗൈസ്. വെറുതെ ഞാൻ ഓർത്ത് എപ്പിക്കായിരിക്കും ഇത്. വെറുതെ മൂഞ്ചി വെറുതെ ഇവന്മാർ എന്തിനാണ് ഇത് ഗ്രാഫിക്സ് വെറുതെ കാണിക്കുന്നത്. ഇതുപോലത്തെ പൊട്ടന്മാരെ തന്നിട്ട് ഗ്രാഫിക്സ് കാണിച്ച് നമ്മളെ ഇല്ലാണ്ടാക്കുക. നമ്മുടെ ആ ഫ്രീ ട്രൈ അങ്ങനെ പോയി ഗൈസ്, വെറുതെ കിട്ടിയില്ല. പിന്നെ ഒരു 13th ആനിവേഴ്സറി ഗൈസ്. ബെക്കാം, റൊണാൾഡീഞ്ഞോ, എപ്പിക് കാർഡ് കുറച്ചുണ്ട്. അത് നമുക്ക് എന്തോ കിട്ടുമായിരിക്കുമല്ലേ. ബിഗ് ടൈം കൊടുത്തിട്ടുണ്ട്. ഇത് നോട്ട് സ്റ്റാർട്ടഡ് ആയിട്ടില്ലെന്നാണ് കൊടുത്തേക്കുന്നത്. ഗൈസ്, അപ്പോൾ നമുക്കതിൽ ഡ്രോബാഡ് വായിക്കൊരു ഫ്രീ ട്രൈ ഉണ്ട്. അത് കറക്കിയിട്ടുണ്ട് ഗൈസ്. കിട്ടിയില്ല. മോജി. അടുത്ത് പറയാനുള്ളത് നമ്മുടെ ക്ലബ്ബ്, നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്കാണ് ഗൈസ്. പ്ലെയർ ഓഫ് ദ വീക്ക് മെസ്സി ഉണ്ട്. ഡീപ്പ് ലൈൻ ഫോർവേഡ് നല്ല സ്റ്റാർട്സ് ഉണ്ട് ഗൈസ്. കഴിഞ്ഞ ദിവസം ഫ്രീ കിക്ക് ഗോൾ സ്കോർ ചെയ്തതിൻ്റെ ആ കാർഡാണ്. നമ്മുടെ ആർക്കെതിരെയാണ്, പോർട്ടോയ്ക്കെതിരെ അല്ലേ. നല്ല സ്റ്റാർട്സ് ഉണ്ട് ഗൈസ്. 101 റേറ്റിംഗ് വരുന്നുണ്ട്. ഫ്രീ കിക്ക് ടേക്കിംഗ് സ്പെഷ്യലായിട്ട് സ്കില്ല് കൊടുത്തിട്ടുണ്ട്. 95 സെൻറ്റർ അല്ല, സെക്കൻഡ് സ്ട്രൈക്കറാണ് ഗൈസ്. SS ആണ് സെക്കൻഡ് സ്ട്രൈക്കർ. പിന്നെ പറയാനുള്ളത് നമ്മുടെ തിബോർ കോർട്ടുവ ഉണ്ട്. ഡിഫൻസീവ് ഗോൾ കീപ്പറാണ്. നല്ല റേറ്റിംഗ് വരുന്നുണ്ട്. നല്ല റേറ്റിംഗ് 96 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഒരു 102 റേറ്റിംഗ് വരുമെന്ന് തോന്നുന്നു ഗൈസ്. കോർട്ടുവ അത് കൊള്ളാമല്ലോ ഏതായാലും. യെസ് ഗൈസ്. ഇത് നമ്മുടെ പഴയ ഗ്രാഫിക്സ് ആണ് ഗൈസ്. അത് കൊള്ളാം, ഏതായാലും കൊള്ളാം സംഭവം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. കിക്ക് ഓഫ് പണ്ടത്തെ പെസ് കളിച്ചിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ കളിക്കാം. അതേ പഴയ ഗ്രാഫിക്സ് ആണ് ഗൈസ്. ഇതാണ് സംഭവം, കൊള്ളാലോ. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, കളിച്ച് നോക്കാം. നമുക്കൊരു ഇത് നമ്മൾ കൺട്രോളൊക്കെ കുഴപ്പമില്ല കേട്ടോ. പണ്ട് നല്ലൊരു അത്യാവശ്യം മറ്റേ ഒരു കളിക്കാനൊക്കെ ഒരു രസമുണ്ട്. നമുക്കൊരു സ്റ്റാൻസ് കിട്ടിയിട്ട് ഗൈസ്. ഗോൾ അടിച്ച് ഗൈസ്. നമുക്ക് സെലിബ്രേഷൻ എങ്ങനെയാണ് നോക്കാം അല്ലേ. സെലിബ്രേഷൻ നോക്കാം ഗൈസ്. സംഭവം സെലിബ്രേഷനൊക്കെ നോക്കുക ഗൈസ്. പഴയ ഗ്രാഫിക്സ് കൊള്ളാലോ.
കൊള്ളാം. ഗ്രൗണ്ട്, കാണികൾ, ആകാശമൊക്കെ ഉണ്ട്, നല്ലതായിട്ട് കാണാൻ കേട്ടോ. കൊള്ളാലോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക ഗൈസ്. ബൈ.